ഇതെല്ലാം മറ്റേ സംഭവം ചെയ്തേ ഇവാപറേറ്റ് ചെയ്ത് എത്രയുണ്ടോ? ബ്ലാക്ക് ടീ മാത്രമാണ് ആദ്യത്തെ പ്രോസസ്. നീരിൽ ചെറുതായിട്ട് വാടിക്കില്ലുണ്ട്, അതിന്റെ പേരാണ് വിതറിങ് പ്രോസസ്. നമുക്ക് ഈ പച്ചയില നേരെ മെഷീനകത്ത് ക്രഷിങ് റോളിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജ്യൂസ് ഒക്കെ പോകും, ടേസ്റ്റ് കുറവായിരിക്കും. അതുകൊണ്ടാണ് വിതറിങ് ചെയ്യുന്നത്. മേലിൽ ഒരു 25% മോയ്സ്ചർ റെഡ്യൂസ് ആയതിനു ശേഷം ലീവ് താളവന്നതിന് ശേഷമാണ് ബ്ലാക്ക് ടീ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലാക്ക് ടീ 2 ടൈപ്പാണ്. ഒരെണ്ണം ഓർത്തഡോക്സ് ബ്ലാക്ക് ടീ, രണ്ടാമത് CTC ബ്ലാക്ക് ടീ. ഈ ഓർത്തഡോക്സ് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി കടഞ്ചായ്ക്ക് മാത്രം, വലിയ ലീഫ്, ലോങ് ലീഫ്. ഇതിന്റെ പേര് ഓർത്തഡോക്സ് ടീ റോളറാണ്. ഇതിന്റെ ഉള്ളിൽ ലീവ് ഇട്ടിട്ട് ഉള്ളിൽ പ്രഷർ പ്ലേറ്റ് ഉണ്ടാവും. ജസ്റ്റ് റോളിംഗ് മാത്രം ചെയ്യും. റോളിംഗ് ചെയ്തിട്ട് ഇതിനകത്തിട്ട് ഫെർമെന്റ് ചെയ്യും. ഫെർമെന്റ് ചെയ്യുമ്പോൾ ടീയുടെ സ്മെല്ല് അരോമ കിട്ടും. ഇതിന്റെ കളർ മാറും, ഗ്രീനിൽ നിന്ന് കാപ്പി ബ്രൗൺ കളറായിട്ട് മാറും. പിന്നെ ഡ്രൈ ചെയ്ത് പാക്ക്. ഇത് ഓർത്തഡോക്സ് ബ്ലാക്ക് ടീ ആണ്. ഇതൊരു പണ്ടത്തെ മെഷീനാണ്, ഉള്ളി ഡെമോ. CTC ചായ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന പൊടി, ചായപ്പൊടിയാണ് CTC ബ്ലാക്ക് ടീ. തരിയായിട്ട് പൊടിയായിട്ട് പാലിനകത്ത് ചായ ഉണ്ടാക്കില്ല, അതാണ്. ഇതിന്റെ പേര് ഒന്നാം പേരാണ്. ഇതിടുമ്പോൾ കൃഷി മഞ്ഞ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് കണ്ടി പറഞ്ഞാൽ കൃഷി കളി. ഇതിന് 4 ബ്ലോക്ക്. Same cutting, 4 blocks. This is what I did. This is before fermentation, after fermentation. ഇത് ജാതിക്ക് വേണമല്ലോ. താങ്ക് യു. കോഫി CTC ഗ്രീൻ ടീ ഓർത്തഡോക്സ് നമ്മൾ വാങ്ങിക്കുന്നത് CTC വാങ്ങിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഇതിനാണ് വൈറ്റ് ടീ. ഇതിന്റെ സിൽവർ ടിപ്സ്, സിൽവർ ഓർഗാനിക് പല ക്വാളിറ്റി വൈസാ ഇതാണ്